ലോകകപ്പിലെ അർജന്റീനയുടെ തോൽവിയിൽ ആരാധകർ കടുത്ത നിരാശയിലാണ്. മെച്ചപ്പെട്ട കളി അർജന്റീനയിൽ നിന്നുണ്ടായില്ല എന്നാണ് ഓരോ ആരാധകനും പറയുന്നത്. വിജയഗാനങ്ങൾ പ്രതീക്ഷിച്ച അർജന്റീനിയൻ ആരാധകർക്ക് മത്സരശേഷം മൗനം മാത്രമായിരുന്നു ബാക്കി. കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്പെയിനിന് മുന്നിൽ അർജന്റീനയ്ക്ക് അടിതെറ്റി എന്ന് തന്നെ വേണം പറയാൻ. കാരണം കളത്തിൽ അർജന്റീന ഒരു നിഴൽ മാത്രമായി അവശേഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സ്പെയിൻ നന്നായി കളിച്ചു, അവർ അർഹിച്ച വിജയം നേടിയെന്നുള്ളത് തന്നെയാണ്. മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആണെന്നുള്ളൊരു വിഷമമുണ്ട്. നന്നായിട്ട് അർജന്റീനയ്ക്ക് കളിക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം അറ്റംപ്റ്റ്സ് നടത്തിയില്ല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് കളിയും സ്പെയിൻ കൊണ്ടുപോയി. ചെറുതായിട്ട് കളി മെസ്സി നന്നായിട്ട് കളിക്കാൻ നോക്കി, അർജന്റീന കളിക്കാൻ നോക്കി. പക്ഷേ അതുപോലെ തന്നെ സ്പെയിനും ഡിഫൻസ് ഒക്കെ നല്ലോണം ആയിരുന്നു. തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് വരെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കളി മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ? ഒരു സ്പെയിൻ ആരാധന അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമി എന്ന നിലയ്ക്ക് എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം വൺ സൈഡ് ഗെയിം ആയിരുന്നു, അർജന്റീന ഒന്നും കളിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ സ്പെയിൻ ചാമ്പ്യനായി. പോർച്ചുഗൽ ഫാൻസ് ഒക്കെ ഉണ്ട്. പോർച്ചുഗൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു കളി? സൂപ്പറായിരുന്നു, സൂപ്പർ കളി, നല്ല ഗോളായിരുന്നു പോർച്ചുഗൽ. സ്പെയിനെ ഈ പറയുന്ന പോലെ സ്പെയിനാണ് ഒരു വട്ടം പോർച്ചുഗലിനെ സമനിലയിൽ തളച്ചത്. അതെ, ആണ്. ആ ഒരു സ്പെയിനോട് നിങ്ങൾക്ക് ഒരു ചെറിയ വിരോധമൊക്കെ തോന്നണ്ടല്ലേ? എന്നാലും കുഴപ്പമില്ല, അർജന്റീന തോപ്പിച്ചില്ലേ, അത് മതി. അതാണ് സന്തോഷം, അത്രേ ഉള്ളൂ. ഒരു മര്യാദ വേണ്ടേ, അതാണ്. അർജന്റീന ഒത്തിരി ഫൗൾസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ അതിനൊരു തക്ക പ്രതിഫലം കിട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് വാട്ട് നൈസ് പ്ലേ. രണ്ടുപേരും നൈസായിട്ട് കളിച്ചു. പക്ഷേ സ്പെയിൻ ആയിരുന്നിട്ട് ഡിസേർവിംഗ് ആയിരുന്നു. സോ ദേ ഗോട്ട് ഇറ്റ്. അവർ കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഒരു തരത്തിലും മെസ്സിയിലേക്ക് പന്തെത്താതിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഗെയിം പ്ലാൻ. അത് വിജയിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ കളി എങ്ങനെ വിലയിരുത്തുന്നു? കളി കണ്ടിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചു കളി കണ്ടിട്ട്. അവസാനം അർജന്റീന തിരിച്ചു വരും എന്ന് തോന്നിയിരുന്നു ചെറുതായിട്ട് ആ അവസാനത്തെ എക്സ്ട്രാ ടൈമിലല്ലേ? അതെ, ലാസ്റ്റ് എക്സ്ട്രാ ടൈം വന്നപ്പോഴത്തേക്കും ശരിക്കും ടെൻഷൻ അടിച്ചു പോയി. നമുക്ക് നാലാമതൊരു നക്ഷത്രം കൂടി പണിയാൻ നമ്മൾ വിചാരിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. സ്പെയിൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആകെ എക്സ്ട്രാ ടൈമിലായപ്പോഴാണ് അർജന്റീന ശരിക്കുള്ള കളി വന്നത്. ഓൾറെഡി ഒരാൾ ഡൗൺ ആയിരുന്നു. എന്നാൽ ലാസ്റ്റ് വരെ നോക്കി. ലാസ്റ്റ് മെസ്സിക്ക് പറ്റണ പോലെ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ലാസ്റ്റ് സമയത്ത്. പക്ഷേ കളിയാകുമ്പോൾ ചെയ്യാൻ തോൽവിയൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അങ്ങനെ അവസാനം ഒരു പ്രതീക്ഷ ഉണ്ടായി. കളി ആദ്യം മുതലേ ശരിക്കും കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ജയം തോൽവിയെന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും അർജന്റീനയ്ക്ക് ഒരു തരത്തിലും കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അത് ഷോർട്ട് ഓൺ ടാർജറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊസിഷൻ ആയിക്കോട്ടെ, ഒന്നും തന്നെ അർജന്റീനയിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? അതെ അതെ. അതിലൊരു കളി കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി ശരിക്കും. അതെ അതെ, തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ലോകകപ്പ് കളിച്ച് ഏറ്റവും മോശം കളി എന്ന് ഈ കളിയെ പറയാൻ പറ്റും? ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. സ്പെയിൻ രണ്ടാമതും ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. അർജന്റീനയ്ക്ക് ഒരു കിരീടം നിലനിർത്താം എന്ന മോഹവുമായി വന്ന അർജന്റീനയ്ക്ക് കനത്ത ആഘാതം തന്നെയാണ് സ്പെയിൻ ഏൽപ്പിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. മെസ്സി എന്ന ഒരു മിശിഹയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയും വരും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അക്ഷയ് വി എസിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.